ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ചിരട്ട നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചിരട്ട നമ്മൾ ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ ഇതുപോലത്തെ ഒരു കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനാണ്. നമ്മളിന്ന് ചിരട്ടയിൽ ഒരു റാറ്റിനെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ആ കല്ല് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പറിലാണ് നമ്മൾ എലിയുടെ ചെവികളും വാലും വരച്ചെടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വാലും കൂടി ഒന്ന് വരച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ചെവികളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇതാ അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ബ്ലാക്കും വൈറ്റും ആക്രിലിക് പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മളപ്പോ ആ 2 കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് നമ്മുടെ ഒരു കുഞ്ഞു സബ്സ്ക്രൈബർ ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ മുഴുവനായും ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കല്ലൊട്ടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തും ചെവിയിലും ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിന്റെ കണ്ണുകളാണ് പെയിന്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ ചിരട്ടയുടെ കണ്ണുകളുള്ള ആ ഒരു ഭാഗം തന്നെയാണ് പെയിന്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ താഴെ ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ ചെവിയിൽ വൈറ്റ് കൊടുത്തിട്ട് ഒരു ഭംഗി കിട്ടുന്നില്ല. അവിടെ നമ്മൾ കുറച്ച് റെഡ് കളർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ കല്ലൊട്ടിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ റെഡ് കളർ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ചെവിയിൽ നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ കളറൊന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെറിയൊരു പീസ് വൈറ്റ് പേപ്പറിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് മീശയായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതും കൂടെ അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു കുഞ്ഞു സാറ്റൻ റിബന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോയുടെ ഷേപ്പിലാക്കി എടുക്കണം. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മളത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഇതാ നമ്മൾ വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള വുളൻ ത്രെഡ് നമ്മൾ ഇതുപോലെ വിരലിലൊന്ന് ചുറ്റിയെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നത് വൂളൻ ത്രെഡിന്റെ ചെറിയൊരു പീസ് എടുത്ത് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതൊക്കെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ ആർട്ടിന്റെ ചാനലിൽ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളതാണിത്. ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.